ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 14 മാർച്ച് 2026, ഈ വർഷത്തിലെ 73-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 28-ാമത്തെ ദിവസം. ഇന്ന് 444-ാമത്തെ എപ്പിസോഡ് ആണ് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം എന്താണ് പ്രത്യാശ? എന്താണ് പ്രത്യാശ? വേദപുസ്തകം ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിന്റെ ഭാഗമായി തന്നിട്ടുള്ള മഹത്തായ ഒരു വാക്കാണ് പ്രത്യാശ. സങ്കീർത്തനം 71:5 യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശ ആകുന്നു, ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ദൈവത്തിലുള്ള ആദിയായ വാഞ്ചയും വിശ്വാസവുമാണ് പ്രത്യാശ. സദൃശവാക്യം 10:28 നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യജീവിതം ഒട്ടേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ജീവിതത്തെ നിലനിർത്തുന്നത് പ്രത്യാശ ഒന്ന് മാത്രമാണ്. ആശ നശിച്ചാൽ, ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ പിന്നെ ജീവിതത്തിന് മുമ്പിൽ ഇരുട്ട് വ്യാപിക്കും എന്ന് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ ജീവിതമുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, സമ്പത്ത് തുടങ്ങിയവ ഭൗതികമാണ്. അത് ഒരു പരിധിവരെ ആവശ്യവുമാണ്. എന്നാൽ ഭൗതികമായ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയിൽ ഒന്നാണ് പ്രത്യാശ. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ ഭൗതികതയുടെ പ്രത്യാശ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. ഭൗതികമായ പ്രത്യാശയുടെ ഫലം നിരാശയും ആകുലതയുമായിരിക്കും. ശാരീരികമായ പ്രത്യാശയേക്കാൾ പ്രധാനം ആത്മാവിന്റെ പ്രത്യാശയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ശാരീരികമായ ആഗ്രഹങ്ങൾ മരണത്തിൽ അവസാനിക്കും. എന്നാൽ ആത്മാവിന്റെ പ്രത്യാശ നിത്യമാണ്. അത് ജീവന്റെ പ്രത്യാശയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും കർത്താവിന്റെ ആഗമന വേളയിൽ സ്വർഗീയ ഭവനത്തിൽ കൂട്ടിച്ചേർക്കും എന്ന് നാം പ്രത്യാശിക്കുന്നു. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് പ്രത്യാശയ്ക്ക് അടിസ്ഥാനം. സകലത്തിലും നാഥനായ ദൈവത്തിൽ സമർപ്പിച്ച ജീവിതത്തിന് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് പ്രത്യാശ ഉള്ളവർക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് അറിയാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യത്തിൽ നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയുടെയും, സഹിഷ്ണുത സിദ്ധതയുടെയും, സിദ്ധത പ്രത്യാശയുടെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കും നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്വർഗീയ മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരുടെ ഉപമ പ്രസിദ്ധമാണല്ലോ. ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണയും കരുതി. അവർ പ്രത്യാശയുള്ളവരായിരുന്നു. എന്നാൽ ബുദ്ധിഹീനരായ മറ്റ് 5 കന്യകമാർ വിളക്ക് മാത്രം എടുത്തു, എണ്ണ കരുതിയില്ല. മണവാളൻ വന്നപ്പോൾ അവർ എണ്ണ വാങ്ങാൻ പോയി. അവർക്ക് മണവാളനെ സ്വീകരിക്കുവാൻ സാധ്യമായില്ല. ആയതിനാൽ അവർക്ക് മണിയറയിൽ മണവാളനോടൊപ്പം പ്രവേശിക്കുവാനും കഴിഞ്ഞില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിത പ്രയാണത്തിൽ പ്രത്യാശയില്ലാതെ അലയുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ ഓർത്ത് ധ്യാനിക്കുക. ഞാൻ നിങ്ങളെ അനാഥമായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ലോകാവസാനത്തോളം എല്ലാ കാലവും ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ പ്രത്യാശ നങ്കുരമാകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് ഈ പ്രത്യാശയിൽ സങ്കേതപ്പെട്ട് എഴുതി, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് സങ്കീർത്തനം 23:4 പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അയൽക്കാരനോട് 3 അപ്പം കടം ചോദിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് രാത്രിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിക്ക് നൽകാനാണ് അപ്പം ചോദിക്കുന്നത്. അയൽക്കാരൻ അപ്പം കൊടുക്കാതിരിക്കാൻ പല ഒഴിവുകൾ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അയൽക്കാരൻ എഴുന്നേറ്റ് ആവശ്യത്തിന് അപ്പം നൽകുന്നു. 3 അപ്പം വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണെന്ന് വേദശാസ്ത്ര ചിന്തകന്മാർ അതിനെക്കുറിച്ച് പിന്നീട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ അതിൽ നിന്ന്
മനസ്സിലാക്കിയ കാര്യം അവർ നമ്മളെ ബോധിപ്പിച്ചു. ഫാദർ TJ ജോഷുവ പ്രഖ്യാപിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ഇന്ന് സമൂഹം നമ്മുടെ സഭയുടെ വാതിക്കൽ മുട്ടുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ അപ്പം നൽകുവാനുള്ള മൗലിക കർത്തവ്യം സഭ നിർവഹിക്കണം എന്നും അദ്ദേഹം പറയുന്നു. അപ്പം വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണെന്നാണ് ഇവിടെ ജോഷുവാച്ചൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നാം ജീവിക്കുന്നത് ഇലക്ട്രോണിക് യുഗത്തിലാണ്. എന്തെല്ലാം ന്യൂനത കണ്ടുപിടുത്തങ്ങൾ. പലരും ശാസ്ത്ര നേട്ടങ്ങളിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കുന്നു. വിവിധ സാങ്കേതിക വിദ്യ ഭൂമിയിൽ പർദീസ സൃഷ്ടിക്കുമെന്ന് ചിലർ പ്രത്യാശിച്ചു. അപ്പോഴിതാ പ്രത്യാശകളെല്ലാം കെടുത്തിക്കളയത്തക്കവണ്ണം കൊറോണ, എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ വ്യാപിക്കുന്നു. കുത്തിരോഗം, ക്യാൻസർ മുതലായവ ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല. ലഹരി മരുന്നുകളുടെ ഉപയോഗം ചെറു ജീവിതങ്ങളെ ഭ്രാന്തിന്റെ വക്കിലെത്തിക്കുന്നു. പ്രത്യാശ നശിക്കുന്ന മനുഷ്യന്റെ എത്തുന്ന താവളമാണ് ആത്മഹത്യ. നിരാശയുടെ കരിനിഴലിൽ കഴിയുന്ന അനേകരുടെ പ്രതിനിധിയാണ് ഓസ്ട്രിയൻ നോവലിസ്റ്റ് ആയ ഫ്രാൻസിസ് കാഫ്ക. ലോകമഹായുദ്ധത്തിന് മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹം വരാനിരിക്കുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് നിരാശയിലാണ് ജീവിച്ചത്. സ്വന്തം കുഴിമാടത്തിലേക്ക് വേഗത്തിൽ ഇഴഞ്ഞു കയറുവാനുള്ള തത്രപ്പാടിലായിരുന്നു അദ്ദേഹം. കാഫിയയെ പറ്റി വിലയിരുത്തിയിരിക്കുന്നത് സ്വന്തം ജീവിത കപ്പലിന് ഓട്ട വരുത്തി കപ്പലിനടിയിലേക്ക് മുങ്ങുവാൻ ശ്രമിച്ചയാൾ എന്നാണ്. അതുപോലെ ഉള്ള അനേകർ ഇന്നുണ്ട്. അവർക്ക് വേണ്ടത് ജീവിക്കുന്ന പ്രത്യാശയാണ്. അത് നൽകാൻ ജീവിക്കുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി അവനിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുകയാണ് വേണ്ടത്. 27-ാം സങ്കീർത്തനം ദാവീദ് തുടങ്ങുന്നത് ഈ വാക്യത്തിലാണ്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? പ്രകാരം ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന സങ്കീർത്തനം സമാപിക്കുന്നത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നാണ്. അതേ ജീവിതത്തിന്റെ ചാലകശക്തിയായി പ്രത്യാശ പ്രവർത്തിക്കുന്നു. 87 വയസ്സുള്ള ഒരു വന്യപിതാവ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഒരിക്കൽ വെളിപ്പെടുത്തി. പതിവായി ഒരു ഗുളിക അയാൾ കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും വളരെ ആശയോടുകൂടി എന്ത് രോഗത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് ഗുളികയാണ്, ആ ഗുളികയുടെ പേരെന്താണ്, എന്താണ് അസുഖം എന്നൊക്കെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർത്താവിന് സ്തോത്രം എന്നതാണ് ആ ഗുളിക. അതായത് എപ്പോഴും കർത്താവിന് സ്തോത്രം പറയുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഗുളിക. ചുണ്ടുകളിൽ സ്തോത്രവുമായി ജീവിക്കുക, ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. മാത്രമല്ല പ്രത്യാശയിൽ ജീവിക്കുന്നതിനുള്ള മാർഗം കൂടിയാണിത്. ജീവനുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ നോമ്പ് അതിനെ ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കാരണം നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശ തരുന്നതായ ഒരു സാഹചര്യവും മറ്റൊരാൾ നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളത് വളരെ വിരളമായിരിക്കും. കാരണം ഇന്നത്തെ ലോകത്ത് കോൾഡ് വാർ നടക്കുന്നതായ ഈ അവസരത്തിൽ നമ്മുടെ മുമ്പിൽ ഏത് രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നുവോ അപ്രകാരം ആയിരിക്കില്ല പ്രവൃത്തി. പരിശുദ്ധനായ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മളുടെ വിശ്വാസമനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയുമായിരിക്കണമെന്ന്. അങ്ങനെ നമ്മൾ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോഴും നമ്മളുടെ പ്രവൃത്തി അതിന് ഉതകുന്നതാണോ എന്ന് ഈ വലിയ നോമ്പിന്റെ ഈ അവസരത്തിൽ നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പരിശോധിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെ കുറവുകൾ നമ്മൾ കാണുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് ഒക്കെയും നമ്മൾ വെളിയിൽ വന്ന് നമ്മുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ വലിയ നോമ്പ് നമുക്ക് അതിനൊരു കാരണമായി തീരും. അതിനായി ഈ വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി നമ്മൾ കണ്ടുകൊണ്ട് ആ ഉയർപ്പ് ദിവസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കാം. ദൈവം നമ്മൾക്ക് ഇതേവരെ തന്നെ ആയുസ്സിന് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കാം. ആ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് കഴിച്ചുകൂട്ടാം.
അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.